1, 2, 3. Hi all, ഞാൻ കോച്ച് ഡിക്സൺ ആൻഡ് വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ചാമ്പ്യൻ സ്റ്റോറീസ്. മേക്ക് ഷുവർ ഇപ്രാവശ്യം ആരുടെയും കോണും സ്റ്റമ്പും വീഴാൻ പാടില്ല, ബോൾ മാത്രമേ പോകാൻ പാടുള്ളൂ. അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുൾ ഷോട്ടിനുള്ള ഡ്രില്ലാണ് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നത്. 1, 2, 3. ഇത് ബോള് താഴെ ബോൾ മാത്രമേ വീഴും പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഉരുട്ടിയിടുക മാത്രമല്ല, നല്ല ശക്തിയിൽ അടിച്ചുകൊണ്ട് തന്നെ ബോൾ മാത്രമേ പോകാൻ പാടുള്ളൂ. കോണും അത് അവിടെ ഇരിക്കണം. ജസ്റ്റ് ചുമ്മാ തട്ടി ഉരുട്ടി വിടാനാണെങ്കിൽ കാര്യമില്ലല്ലോ, പവർഫുള്ളായിട്ട് അടിക്കണ്ടേ. അപ്പം അതിൻ്റെ അർത്ഥം പവർഫുള്ളായിട്ട് അടിക്കുമ്പോഴും കറക്റ്റായിട്ട് ബോൾ മീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ ഓക്കെ, കുറച്ചുകൂടെ അടുത്തോട്ട് പോകും. റെഡി? 1, 2, 3. കൊള്ളട്ടെ, ഒരു മിനിറ്റ് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെയുണ്ട്, അതാണ് വേണ്ടത്. ഓക്കെ, 1, 2, 3. സാരില്ല, കുഴപ്പമില്ല. അതാ കറക്റ്റായിട്ട് മുട്ടിച്ചാൽ മതി. ബോളിനെ നന്നായിട്ട് നോക്കിയാൽ മതി, ബോളിനെ കാണണം. ഓക്കെ, റെഡി? ബോളിനെ അടിച്ചോ, ബോളിനെ നോക്കി അടിക്കുക. റെഡി? 1, 2, 3. കുഴപ്പമില്ല, എന്നാലും സ്റ്റമ്പും കോണും വീഴ്ത്തിക്കാണ്ടിരിക്കാൻ നോക്കരുത്. ബോളിനെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ നോക്കിയാൽ തന്നെ ബാക്കി രണ്ടും സ്റ്റേബിളായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ബോളിനെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ നോക്കുക, അപ്പോൾ സ്റ്റമ്പും കോണും അവിടെ നിന്നോളൂ. അല്ലാണ്ട് സ്റ്റമ്പിനെയും കോണിനെയും പറ്റി ബോധറാവരുത്. ഓക്കെ, റെഡി? 1, 2, 3. ഗുഡ്, സബാഷ്. ഇതാണ് ഉദ്ദേശിച്ചത്. 1, 2,